ഇടുക്കിയിലെ ഒട്ടകത്തലമേട് മലനിരകൾക്ക് താഴെ ഹരിതപൂർണമായ കുമളി. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ കാർഷിക വിളകൾ ഒരുക്കി ജീവിക്കുന്ന ഇരട്ടകളാണ് റെജിയും ഷാജിയും. തോട്ടം തൊഴിലാളിയായ ദാമോദരൻ്റെ 3 മക്കളും കൃഷികളിൽ സജീവമാണ്. പിതാവ് മരിച്ചെങ്കിലും മാതാവിൻ്റെ പിന്തുണയോടുകൂടി കൃഷിയിൽ ഇവർ സജീവം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ കാർഷിക നഴ്സറി ഒരുക്കിയത് ഷാജിയായിരുന്നു. സഹോദരങ്ങളും കൂടെ കൂടി ഇന്ന് 3 പേരും നഴ്സറികളിൽ സജീവമാണ്. പിതാവിൽ നിന്ന് കിട്ടിയ കാർഷിക അനുഭവങ്ങളുമായി ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകരിൽ എത്തിക്കാൻ ഇവർ പരിശ്രമിക്കുന്നു. ഇന്ന് വ്യത്യസ്തങ്ങളായ ചെടികൾക്കാണ് ഇവർ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. കുമളിയിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരെയുള്ള വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് ഒരു കാർഷിക കുടുംബത്തിലാണ് ഞങ്ങളുടെ ജനനം. അച്ഛൻ കൃഷി ഫാമിലെ തൊഴിലാളിയായിരുന്നു. അച്ഛൻ്റെ പേര് MK ദാമോദരൻ, അമ്മ ഹൗസ് വൈഫ്. ഫാം തൊഴിലാളിയായിരുന്ന അച്ഛനിൽ നിന്ന് ലഭിച്ച ഗുണപാഠവും VHSC 2 വർഷത്തെ VHSC കോഴ്സിൽ നിന്ന് ലഭിച്ച അറിവുകളും വെച്ച് ഞങ്ങളൊരു ചെറിയ നഴ്സറിക്ക് തുടക്കം കുറിച്ചു. വീട്ടുപേരായ മണ്ണാറത്തറ എന്ന പേരാണ്, മണ്ണാറത്തറയിൽ ഗാർഡൻസ് എന്ന പേര് നൽകിയാണ് ഞങ്ങൾ ആ നഴ്സറിക്ക് തുടക്കം കുറിച്ചത്. ഉപജീവനം എന്ന രീതിയിൽ തുടക്കം കുറിച്ച നഴ്സറി കാലക്രമേണ വളർന്ന് ഏതാണ്ട് 35ഓളം തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് പുറമെ ജോലി കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. കൊറോണ മഹാമാരി മൂലം ജനങ്ങൾ വീടുകളിൽ ഇരിപ്പായി. ഈ സമയത്ത് വീടുകളിൽ ഇരിക്കുന്നവർ ചെടികളുടെ പരിപാലനത്തിനും കൃഷികളിലേക്കും തിരിഞ്ഞു. അടുക്കളത്തോട്ടവും അലങ്കാര ചെടികളും വെച്ചുപിടിപ്പിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കുടുംബങ്ങൾക്ക് ആവശ്യമായ തൈകളുടെ ഉൽപ്പാദനത്തിനാണ് ഷാജിയും മറ്റും മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഊട്ടി കാർഷിക പുഷ്പമേളകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഷാജിയും റെജിയും വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കർഷകരിലും കുടുംബങ്ങളിലും എത്തിക്കാനുള്ള പരിശ്രമം നടത്തിവരികയാണ്. ഗുണമേന്മയിലും വളർച്ചയിലുമെല്ലാം മുന്തി നിൽക്കുന്ന ചെടികൾ. കർഷകരും കുടുംബിനികളും പരസ്പരം ആശയങ്ങൾ കൈമാറിയതുകൊണ്ട് ചെടികൾക്ക് ആവശ്യക്കാർ കൂടുതൽ. കൃഷി ചെയ്യുന്നവരുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനും ഷാജി തയ്യാറാണ്. കാർഷിക വിളയായ കുരുമുളക്, ഏലം, കാപ്പി, തേയില, കമുക്, തെങ്ങ് മുതലായ തൈകളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്തത്. തുടക്കത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള കർഷകർക്ക് കൊടുത്തത് കാലക്രമേണ ഞങ്ങളത് വിപുലപ്പെടുത്തി ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള കർഷകർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഞങ്ങൾ മെയിനായിട്ടും അതിൽ നല്ല ഗുണനിലവാരമുള്ള വിത്തുകളും രോഗപ്രതിശേഷിയുള്ള വിത്തുകളുമാണ് ഞങ്ങൾ ആദ്യമായി വാങ്ങിയിരിക്കുന്നത്. അതായത് കുരുമുളകാണെങ്കിൽ സ്പൈസസ് ബോർഡിൻ്റെ സർട്ടിഫൈഡ് നഴ്സറിയായിട്ട് ഞങ്ങൾ നല്ല ഗുണനിലവാരമുള്ള തോട്ടങ്ങളിൽ നിന്നും വള്ളികൾ ശേഖരിച്ച് നല്ല നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുത്തതുകൊണ്ട് കർഷകരുടെ കൂടുതലുള്ള ഓർഡറുകൾ ഞങ്ങൾക്ക് ലഭിച്ച് നഴ്സറി കാലക്രമേണ വിപുലപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. 3 വർഷത്തിന് ശേഷം ഞങ്ങൾ കേരളത്തിലുള്ള പല സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയും കൂടുതൽ കർഷകരുമായിട്ട് പരിചയപ്പെടുവാനും അവരുടെ അനുഭവങ്ങൾ പങ്കെടുക്കുവാനും സാധിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ എല്ലാ സീസണിലും വിൽക്കത്തക്ക രീതിയിൽ ഞങ്ങൾ ഓർണമെൻ്റൽ പ്ലാന്റ്സും കൂടെ നഴ്സറിയിലേക്ക് ഉൾപ്പെടുത്തി. ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയത് മൂലം ഞങ്ങൾക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുള്ള പുഷ്പമേളകളിൽ പങ്കെടുക്കുകയും അവിടെയുള്ള കൂടുതൽ നഴ്സറിക്കാരുമായിട്ടുമൊക്കെ ഞങ്ങളുടെ അനുഭവം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു.